നമ്മുടെ ഓരോ തീരുമാനങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ തലമുറകളിലേക്കും ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചില തീരുമാനങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ, അവർ ദൈവമായുള്ള ബന്ധം നടന്നതൊക്കെയും നമ്മുടെ ജീവിതങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പേർ പറഞ്ഞു കേൾക്കുന്നതാണ് ജനറേഷണൽ കേഴ്സസ്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ശാപം. ഞാൻ അതല്ല പറയുന്നത്, പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, അബ്രഹാം ദൈവത്തിനൊരു ആൾട്ടർ പണിത്, ഒരു യാഗപീഠം പണിത്. ദൈവത്തോട് സംസാരിക്കാൻ, ദൈവമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായി ബന്ധത്തിലുണ്ടാക്കിയതാണ് ആ യാഗപീഠം, ഒരു ഓൾട്ടർ. ഈ യാഗപീഠം എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ്, ഒരു സ്ഥലമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്തുള്ള നിങ്ങളുടെ റൂമാവാം, നിങ്ങൾ ഏത് സ്ഥലമാകാം, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഒരു കോണാവാം, ഏത് സ്ഥലമായിക്കോട്ടെ. നിങ്ങൾ സ്ഥിരമായി ദൈവമായി കണക്ട് ചെയ്യാൻ ഒരു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓൾട്ടർ. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു ഹെവൻ്റെ ഓപ്പൺ പോർട്ടലാണ്. ഇറ്റ്സ് വെരി റിയൽ. അബ്രഹാമിൻ്റെ സന്തതിയാകുന്ന ഇസഹാക്ക്, അത് കഴിഞ്ഞ് വരുന്ന യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന് ഏശാവിനെ ഭയന്ന് ഓടുമ്പോൾ ഒരു സ്ഥലത്ത് രാത്രിയിൽ വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുവാനായ ഒരു കല്ലെടുത്ത് വെച്ചു. നമ്മളിങ്ങനെ മാത്രമാണ് വായിക്കുന്നത്, ഒരു കല്ലെടുത്ത് വെച്ചു. കല്ല് തലയണയാ വെച്ച് ഉറങ്ങി. പക്ഷെ ചരിത്രം പറയുന്നത് അബ്രഹാം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ പണിത ഒരു ഓൾട്ടർ പണിത അതേ സ്ഥലത്താണ് ഈ യാക്കോബ് പോയി കല്ലെടുത്ത് വയ്ക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ന് വെച്ച യാഗപീഠത്തിൻ്റെ അവശിഷ്ടമായിരിക്കാം ഈ കല്ല്. അതേ സ്ഥലത്താണ് യാക്കോബ് പോയി തലവെച്ചുറങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ഗോവേണി കാണുന്നു. ഒരു ഏണി, അതായത് സ്വർഗവും ഭൂമി കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പൺ പോർട്ടൽ. ഒരു പോർട്ടൽ ഒരിക്കൽ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓപ്പൺ ഫോർ എവർ എന്നാണ്. ഒരിക്കൽ തുറന്നാൽ പിന്നെ അടയ്ക്കപ്പെടുന്നില്ല, അത് തുറന്നതാണ്. ചില സ്ഥലങ്ങളുടെ മേലെ അതുണ്ട്. ചില ആരാധനാ സ്ഥലങ്ങളിൽ, ചില ഭവനങ്ങളിൽ ആ പോർട്ടൽ ഓപ്പണാണ്. ഇതെങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നിരന്തരമായ ദൈവമായുള്ള ബന്ധത്തിലൂടെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന പോർട്ടലുകൾ ഓപ്പൺ ആയിരിക്കും. നമ്മൾ നിരന്തരം കേൾക്കുന്നത് നെഗറ്റീവായുള്ള കാര്യങ്ങളാണ്. ചിലയിടത്തൊക്കെ ഭൂതപ്രേത പിശാചുക്കളുള്ള സ്ഥലമാണ്, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണെന്ന് കേൾക്കുമ്പോൾ നെഗറ്റീവിന് ഇത്രയും അധികം പറയാനുണ്ടെങ്കിൽ പോസിറ്റീവിന് എന്തുമാത്രം പവർ ഉണ്ടാവും, പോസിറ്റീവിന് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും, എന്തുമാത്രം നമുക്ക് പറയണം. ഹല്ലേലൂയ. എവിടെയൊക്കെ ദുരാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടെന്ന് പറയുന്നു, അതിനേക്കാൾ അധികമായി എത്രയധികം പറയാനുണ്ട് സ്വർഗീയ ദൂതന്മാരുടെ സ്ഥിരമായ ചില സ്ഥലങ്ങൾ. ഇവിടെ യാക്കോബ് ആ കല്ല് വെച്ച് ഉറങ്ങി. രാത്രിയിൽ സ്വപ്നം കാണുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ഓപ്പൺ പോർട്ടൽ. ഉറക്കമുണർന്ന യാക്കോബ് പറയുകയാണ്, ഇത് യഹോവയുടെ ഭവനമാണ്. ഇറ്റ്സ് എ ബദേൽ. യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ ഇതറിഞ്ഞില്ല. യാക്കോബ് പറയുകയാണ്, ഇറ്റ്സ് എ ഡോർവേ ഓഫ് ഹെവൻ, അല്ലെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ വാതിൽ ഇവിടെ ആയിരുന്നു എന്നാണ്. അതായത് തൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം ഒരിക്കൽ തുറന്നു വച്ചത് തൻ്റെ ചെറുമകനായ യാക്കോബിലേക്ക് അത് ഓപ്പൺ ആവുക. ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഒരു സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും നമുക്ക് വേണ്ടി കരഞ്ഞതും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവർ ഒഴുക്കിയ ഒത്തിരി പ്രാർത്ഥനകളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒത്തിരി കൊടുക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നമ്മൾ ദൈവമായ ബന്ധത്തിൽ നടക്കുമ്പോൾ നമ്മുടെ തലമുറകൾ ബ്ലെസ്ഡ് ആവുകയാണ്. തിരിച്ച് നമ്മൾ ദൈവമായ ബന്ധത്തിലല്ലാതെ നടക്കുമ്പോൾ ഒത്തിരി നമ്മുടെ തലമുറകൾ സഫർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും, നല്ല ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല കൊടുക്കാൻ പറ്റുന്നത് ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്ങുകളാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മിലൂടെ അവരിലേക്ക് പകരാൻ പറ്റിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമായിട്ടുള്ള സ്ഥിരമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ ആ ഹെവൻ്റെ പോർട്ടലായാൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടി വരത്തില്ല. അവർ പോലും നിങ്ങളറിയാതെ സ്വർഗത്തെ എൻകൗണ്ടർ ചെയ്യാൻ തുടങ്ങും. കാരണം ഓൾറെഡി പോർട്ടൽ ഓപ്പണാണ്. നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലമാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ, തീർച്ചയായും അതിനകത്തേക്ക് വേറെ ഒന്നിനും എൻട്രൻസ് ഇല്ല. അവിടെ ദൈവദൂതന്മാർ കടന്നു വരുന്ന സ്വർഗം ഓപ്പണായിരിക്കുന്ന പോർട്ടലായിരിക്കും. നിങ്ങളുടെ മക്കൾ രാത്രികൾ സ്വപ്നങ്ങളിൽ അവർ ദുസ്വപ്നമായിരിക്കില്ല കാണുന്നത്, അവർ ദൈവത്തെ എൻകൗണ്ടർ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവമായുള്ള ബന്ധം നടക്കുക, ആ ബ്ലെസ്സിങ്ങിനെ നിങ്ങളുടെ തലമുറയിലേക്ക് കൈമാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, പവർഫുൾ മാൻ ബട്ട് പുവർ ഡിസിഷൻസ്. ശക്തിമാന്മാരായ മനുഷ്യർ, പക്ഷേ
ചില അബദ്ധ തീരുമാനങ്ങൾ. ഇതാണ് ഇന്നത്തെ ചിന്ത. വളരെ ചുരുക്കമായി നമ്മളോട് സംസാരിക്കാം. നമുക്ക് ബൈബിളിൽ ഏറ്റവും ട്രാജിക്കായിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെ കാണുന്ന ശിംശോൻ എന്ന് പറയുന്ന അതിശക്തനായ ദൈവമനുഷ്യൻ്റെ കഥ. നമുക്കറിയാം, തിമോത്തിക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. അവ എന്തിനു വേണ്ടി ഉപയോഗപ്പെടും? കറക്ഷന് വേണ്ടിയിട്ട്. ചിലതൊക്കെ നമ്മളെ കറക്റ്റ് ചെയ്യാനാണ്, ചിലത് നമ്മളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മളെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യാനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. ശിംശോൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. ദാവീദ് അതിൻ്റെ സക്സസും ഫെയില്യൂറും എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ ചില കഥകൾ നമ്മെ പഠിപ്പിക്കുന്നവയാണ്. ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അവർ കടന്നുപോയ വഴികളിൽ നിന്നും പാഠങ്ങളിൽ നിന്നും ഒത്തിരി ഉൾക്കൊള്ളാനുണ്ട്. ഇവിടെ ശിംശോനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുകയാണ്. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്കറിയാം, ഇസ്രായേലിന് വാണിരുന്ന ഒരു ന്യായാധിപനായിരുന്നു. 20ഓളം വർഷം ന്യായാധിപനായിരുന്ന ഒരു വ്യക്തിയാണ് ശിംശോൻ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ജനിക്കുന്നതിന് മുന്നേ, ശിംശോൻ ജനിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ ഉണ്ടായി. ഒരു സ്വർഗീയ ദൂതൻ അവരുടെ ഭവനം സന്ദർശിക്കുകയുണ്ടായി. ഏതെങ്കിലും ഒരു ദൈവമനുഷ്യൻ പ്രവചിച്ച പ്രവചനമല്ല, നേരിട്ട് ഒരു സ്വർഗീയ ദൂതൻ അവരുടെ ഭവനത്തിൽ വന്ന് പറഞ്ഞ പ്രവചനം. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സംസാരിച്ചു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച സംസാരിച്ചു. പ്രവചനങ്ങൾ വരുമ്പോൾ അത് നമുക്കൊരു പാർട്ടുണ്ട്. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ വരുമ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഇതാണ്. ഹല്ലേലൂയ. യെരമ്യാ പുസ്തകം പറയുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ ഏറ്റവും നല്ലതിനാണ്, നിനക്ക് ശുഭഭാവി വരുത്തുവാനുള്ളതാണ്. ഇതിനെ ദൈവമനുഷ്യർ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്തരുന്നതാണ് പ്രവചനം. അത് പരിശുദ്ധാത്മാവിനെ ഇൻസ്പയർഡാണ്. പക്ഷെ പ്രവചനം ഒരിക്കലും ഓട്ടോമാറ്റിക് അല്ല. പ്രൊഫറ്റിക് എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക് എന്ന അർത്ഥമില്ല. പ്രവചനത്തിന് നിങ്ങളുടേതായ യെസ്സിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടേതായ ജീവിതത്തിലെ അതുമായിട്ട് കൈകോർത്ത് പോകുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രവചനങ്ങൾ നിറവേറപ്പെടുന്നതിൽ നമ്മുടെ പങ്ക് വലുതാണ്. ശിംശോന്റെ ജീവിതത്തിൽ ശിംശോൻ ജനിക്കുന്നതിന് മുന്നേ പ്രവചനം വന്നു. എന്താണ്? അവൻ ഇസ്രായേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം അവനെ നിയോഗിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിനൊരു നസ്രൈറ്റ് ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രവചനം ഒരു ദൂതൻ നേരിട്ട് വന്ന് ലിറ്ററലി ഒരു ഏഞ്ചലിക് എൻകൗണ്ടർ, ഒരു അപ്പിയറൻസ് ഉണ്ടാവുകയാണ് അമ്മയ്ക്ക്. അമ്മയോട് വന്ന് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഇങ്ങനെ ആയിരിക്കും. അവർ മക്കളില്ലായിരുന്നു, മകൻ ജനിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ മകൻ ഇങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള വളരെ ശക്തമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ അമ്മയായിരിക്കുന്ന ആ സഹോദരി എങ്ങനെ ആയിരിക്കണമെന്ന് വരെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർക്ക് ജനിച്ച മകനാണ് ശിംശോൻ. ഈ മനുഷ്യൻ ഇത്രയും വലിയ ഡെസ്റ്റിനി ദൈവം പ്രിപ്പയർ വെച്ചിട്ട് ഈ ഭൂമി ജനിച്ച മനുഷ്യൻ, നമുക്കറിയാം അദ്ദേഹം എനിമിയുടെ ശത്രുവിൻ്റെ ടെറിട്ടറിക്കകത്ത് തൻ്റെ ജീവൻ ഒടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ അതാണെന്ന് പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്ത് തന്നെ ആയാലും, എത്ര വലിയ പ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ദ ലെവൽ ഓഫ് യുവർ കോഓപ്പറേഷൻ, അതുമായി ചേർന്നുള്ള നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വലിയ ബന്ധമുണ്ട്. ഞാൻ കുറേയധികം ഉദാഹരണങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ദൈവം പറഞ്ഞതല്ലേ അത് നടന്നുകൊള്ളും, ഞാൻ എങ്ങനെയും ജീവിക്കും എന്ന് ചിന്തിച്ചാൽ ശരിയാകത്തില്ല. കാരണം ദൈവം നമുക്ക് പൂർണ്ണമായും ചോയ്സ് തന്നിട്ടുണ്ട്, വിൽ പവർ തന്നിട്ടുണ്ട്. നമ്മളെ ആരെയും ദൈവം റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തീരുമാനമെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ചിന്തിച്ചേക്കാം, അത് ശിംശോന് പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെയൊന്നും വീഴത്തില്ല, ഞാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും നമ്മൾ പലരും ശിംശോന് പറ്റിയ പല തെറ്റുകളും ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഞാൻ അതിലേക്കാണ് പോകുന്നത്. ശിംശോൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയോട് ഏഞ്ചൽ പറഞ്ഞു, ഇവനൊരു നസ്രൈറ്റ് ആയിരിക്കും. നസ്രൈറ്റ് എന്ന് വെച്ചാൽ 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, വീഞ്ഞ് ഉപയോഗിക്കത്തില്ല, വീഞ്ഞോ അതുമായി ബന്ധപ്പെട്ട ഒന്നും ഉപയോഗിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത മാറ്റപ്പെട്ട വ്യക്തി എന്ന രീതിയിലാണ് നസ്രൈറ്റ് എന്ന് പറയുന്നത്. ആ വ്യക്തി വീഞ്ഞും അതുമായി ബന്ധപ്പെട്ട ഒന്നും ഉപയോഗിക്കത്തില്ല. മറ്റൊന്ന്, ശവശരീരങ്ങളെ സ്പർശിക്കത്തില്ല, ചത്തതൊന്നും തൊടത്തില്ല. മൂന്നാമത്തത്,
മുടി കട്ട് ചെയ്യത്തില്ല. ഇത്തരത്തിലാണ് നസ്രൈറ്റ് എന്ന് പറയുന്ന രീതി കാണാൻ കഴിയുന്നത്. ഈ മകനെ വളർത്തേണ്ട രീതി ഇങ്ങനെയാണ് എന്നും അവർക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു ശിംശോൻ അങ്ങനെ ആയിരിക്കും വളർന്ന് വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മളെല്ലാവരും കാണുന്നത് ശിംശോൻ്റെ ലൈഫ് തകർന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അതൊരു സ്ത്രീയുമായുള്ള ബന്ധത്തിലാണ് തീർന്നതെന്ന് ഞാൻ വിചാരിക്കും. ദലീലയുമായി ബന്ധപ്പെട്ട്, ദലീല എന്ന സഹോദരി, ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് ഈ മനുഷ്യൻ തകർന്നു പോയെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് തകർച്ചയുടെ അവസാനം മാത്രമായിരുന്നു. ലിറ്ററലി ആ മനുഷ്യൻ തകർന്നു പോകുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രമായിരുന്നു അത്. പക്ഷെ നമുക്ക് നോക്കിയാൽ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ തുടർമാനമായും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വീഞ്ഞും അതുമായി ബന്ധപ്പെട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, ഇദ്ദേഹം വീഞ്ഞ് കുടിക്കുന്നതായി കാണാൻ പറ്റും. മറ്റൊന്ന്, ശവശരീരം ചത്തതൊന്നും തൊടാൻ പാടില്ല. പക്ഷെ അദ്ദേഹം അതിനപ്പുറമായി പോയി ചത്തതിനെ തൊടുക എന്ന് മാത്രമല്ല, അതിനകത്തുള്ള തേൻ കൈയിട്ട് വാരി കഴിക്കുന്നത് കാണാൻ പറ്റും. ഒന്നും സംഭവിച്ചില്ല. നമ്മളിങ്ങനെയാണ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചെറിയ കാര്യമല്ലേ, ചെറിയ കോംപ്രമൈസ് അല്ലേ, ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിനോട് പറയുകയായിരുന്നു, മോനെ, ഒരു വ്യക്തി സ്പിരിച്വലി ആക്റ്റീവ് ആണെന്ന് എങ്ങനെ അറിയാം? സ്പിരിച്വലി ആക്റ്റീവ് മീൻസ് ദൈവമായുള്ള ബന്ധത്തിലാണോ എന്നെങ്ങനെ അറിയാം? സിമ്പിൾ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് നോക്കിക്കോ. നിങ്ങളൊരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, ഒരു കൊച്ചു കള്ളം പറയുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു മുറിവുണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തൊരാൾ സംസാരിക്കുന്ന ഒരു വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ആ തെറ്റ് ഉറക്കം കെടുത്തുന്നുണ്ടെങ്കിൽ, ദൈവമായുള്ള ബന്ധത്തിലൊരു വിങ്ങൽ തോന്നുന്നുണ്ടെങ്കിൽ, എവിടെയോ ഒരു വേദന തോന്നുന്നുണ്ടെങ്കിൽ, യു ആർ എലൈവ്. നിങ്ങൾ ദൈവമായ ബന്ധത്തിൽ ജീവനോടെ ഉണ്ട്. ആദ്യമൊക്കെ ഈ ശബ്ദം വളരെ ആക്റ്റീവായിരിക്കും. നമ്മൾ വീണ്ടും അതിനെ അവഗണിച്ച് വീണ്ടും തുടർന്ന് അത് ഏത് പാവപ്രവൃത്തിയാവാം, അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഈ വോയിസ് കുറഞ്ഞു വരും. ദൈവം സംസാരിക്കാത്തതല്ല, നമ്മൾ തന്നെ നമുക്ക് ചുറ്റും ഒരു കോട്ട കെട്ടി പൊക്കുക. പിന്നെ ദൈവശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ഹൃദയമൊക്കെ അങ്ങ് മരവിക്കും. പിന്നെ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരു കുലുക്കുമില്ല. ചിലർ അങ്ങനെയാണ്. പിന്നെ അവർ കുറ്റബോധം തോന്നത്തില്ല. അവൻ സ്പിരിച്വലി ഡെഡാണ്. അവൻ ദൈവശബ്ദം കേൾക്കുന്നില്ല. കാരണം അവൻ തന്നെ ഉണ്ടാക്കിയ ഒരു കൂട്ടിനകത്ത് അവൻ ജീവിക്കുന്നു. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലരെ കൊല്ലുന്നത് മാത്രമല്ല, ഹീനമായ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു കൂസലുമില്ലാതെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. ഒന്നാമത്തെ ദൈവമായിട്ട് ബന്ധമില്ല, ദൈവത്തെ ഭയമില്ല, സ്പിരിച്വലി അവർ ആക്റ്റീവല്ല. അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ദൈവശബ്ദം അല്ലെങ്കിൽ അവരുടെ ജീവൻ്റെ ഉടമസ്ഥമായിട്ടുള്ള ബന്ധമില്ലാതെ ഡെസ്പറേറ്റ്ലി എന്തിനോ വേണ്ടി ജീവിക്കുന്നു, ഒരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയാണ്. ഇന്ന് ചാനൽ ചർച്ചകളിലൊക്കെ എല്ലാവരും ചോദിക്കുന്നു, ഇതിനൊരു പരിഹാരമില്ലേ, ഇതിനൊരു അവസാനമില്ലേ? ഒറ്റ മറുപടിയുള്ളൂ, ഇതിൻ്റെ അവസാനമുണ്ട്. സൃഷ്ടികർത്താവായ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മനുഷ്യൻ തിരിച്ചു വരാതെ ആ മനുഷ്യന് ജീവനെ അനുഭവിക്കാൻ പറ്റത്തില്ല. വചനം വ്യക്തമായി പറയുന്നു, അവനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അറിയാത്രത്തോളം കാലം അവൻ സ്പിരിച്വലി ഡെഡാണ്. മരിച്ച മനുഷ്യനോട് ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ കേൾക്കത്തില്ല, അവൻ ഒരൊന്നും മനസ്സിലാക്കുന്നില്ല. അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിന് ഉടനെ തന്നെ ഹൃദയത്തിന് അതൊരു കൺവിക്ഷൻ ഉണ്ടാകുമ്പോൾ തിരിച്ച്, കർത്താവേ, ഞാൻ ചെയ്തു പോയ തെറ്റാണെന്ന് പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നതിനകത്ത് വലിയ കാര്യമുണ്ട്. നീ വീണ്ടും സ്പിരിച്വലി ആക്റ്റീവ് ആവുകയാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് ആ ശബ്ദം വീണ്ടും നീ ലൗഡായിട്ട് കേൾക്കാൻ തുടങ്ങും. നിന്നെ ഹൃദയത്തിനകത്ത് ആ കുറ്റം തോന്നുന്നില്ലെങ്കിൽ, നിനക്ക് തന്നെ അത് വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു ഭാര്യയും ഭർത്താവുമായിരിക്കുന്നു, സ്നേഹത്തിൽ നടക്കുകയാണ്, സ്നേഹമായിട്ട് ജീവിക്കുക. പെട്ടെന്ന് നിങ്ങൾ വേറൊരു സഹോദരനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുവാണ്. നിങ്ങൾ വേറൊരു സ്ത്രീയുമായിട്ടുള്ള മോശമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോയി. നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു കുറ്റബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഭാര്യയെ സ്നേഹിക്കുന്നില്ല. അമ്മേ, കറക്റ്റ്? ഞാൻ പറഞ്ഞ ശരിയാണോ? ഭാര്യ നിങ്ങളെ ചൂലെടുത്ത് അടിക്കുമെന്നല്ല. നിങ്ങളെ വേദനിപ്പിക്കേണ്ടത് അടിയുടെ വേദനയല്ല. അവളുടെ സ്നേഹം നിന്നെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ നീ ആ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നീ അവളെ സ്നേഹിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ദൈവമായുള്ള ബന്ധം. ദൈവമായുള്ള ബന്ധത്തിൽ നിന്ന് നീ അകന്നു പോകുമ്പോൾ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവസ്നേഹം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള എങ്ങനെ മനസ്സിലാക്കാം? നീ മാറിപ്പോകുമ്പോൾ, തെറ്റിപ്പോകുമ്പോൾ വീണ്ടും നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം കാണുമ്പോൾ നിനക്ക് കുറ്റബോധം തോന്നില്ലെങ്കിൽ, ഈ കുറ്റബോധം ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പേടിച്ചിട്ടല്ല, ഒരിക്കലുമില്ല.
ഒരിക്കലും ഞാൻ എൻ്റെ മകൻ ചെളി കിടക്കുന്ന മോനെടുത്ത് എന്തിനാണ് നീ ചെളി വീണതെന്ന് ചോദിച്ചാൽ അടിക്കാൻ നിൽക്കത്തില്ല. ചെളിയിൽ നിന്ന് അവനെ എടുത്ത് കഴുകത്തേ ഉള്ളൂ. ശരിയല്ലേ? സ്നേഹമുള്ള ഏത് അപ്പനും അങ്ങനെ ചെയ്തു. സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾ ഏത് ചെളിക്കൊണ്ടി പോകുമ്പോഴും അവിടെ ഞാൻ നിന്നിട്ട് കമ്മ് വെച്ചുകൊണ്ട് എന്തിനാണ് നീ ചെളിക്കൊണ്ടി പോയേ എന്ന് ചോദിക്കുമല്ല. പകരം അവനെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നീ ഇവിടെ അല്ലടാ കിടക്കേണ്ടത്, നീ ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ സ്നേഹം നിൻ്റെ അകത്തൊരു കുറ്റബോധം ഉണ്ടാക്കുന്നില്ലെങ്കിൽ നീ ആ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. നിന്നെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ ഹൃദയം നീ മനസ്സിലാക്കിയിട്ടില്ല. നീ ഇന്നും ഏതോ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. നിൻ്റെ വേദനകളിൽ അവൻ വേദനിക്കുന്നുണ്ട്. നിൻ്റെ ശരീരം മുറിയപ്പെടുമ്പോൾ അവന് വേദനയുണ്ട്. നിൻ്റെ ശരീരത്തെ നീ നശിപ്പിക്കുമ്പോൾ അവന് വേദനയുണ്ട്. ആ സ്നേഹത്തെ നീ അറിയുന്നുണ്ടെങ്കിൽ നീ ഇന്ന് യഥാർത്ഥമായി നിൻ്റെ അകത്തൊരു കുറ്റബോധം തോന്നും. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ അകത്തുണ്ടാകേണ്ട കുറ്റബോധം നമ്മെ ശിക്ഷിക്കുമെന്നുള്ള ഭയം കൊണ്ടല്ല, എന്നെ ഇപ്പോഴും ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു ദൈവം എനിക്കുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹൃദയം പടയ്ക്കും. എന്താ കാര്യം? ചേട്ടാ ഇന്ന് എവിടെയൊക്കെ പോയിരുന്നേ? ചായ എടുക്കട്ടെ, അതെടുക്കട്ടെ, ഇതെടുക്കട്ടെ എന്ന സ്നേഹത്തോടുള്ള ഓരോ ചോദ്യങ്ങളും കാരിരുമ്പ് കുത്തും പോലെ കുത്തിക്കയറും. ഇത്രയും വലിയ സ്നേഹം തള്ളിയിട്ടാണല്ലോ ഞാൻ മറ്റൊന്നിൻ്റെ പുറകെ പോയത്, എൻ്റെ ഒരു നിമിഷത്തെ മോഹത്തിന് വേണ്ടി ഞാൻ പോയത് എന്ന് തോന്നൽ അവൻ്റെ അകത്തേക്ക് കൊണ്ടുവരും. ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി കരുതുന്ന, എനിക്ക് വേണ്ടി ജീവൻ തന്ന, ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് ഓരോ സെക്കൻഡിലെ ചില മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് എനിക്കകത്തുണ്ടാകുന്ന കുറ്റബോധം, അതുണ്ടാകുന്നില്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ അവൻ്റെ സ്നേഹത്തെ അറിഞ്ഞിട്ടില്ല. പത്രോസിനെ യേശു അടിച്ചില്ല, ശിക്ഷിച്ചില്ല. പക്ഷെ പത്രോസിനെ ചേർത്ത് പിടിച്ചിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോയി. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യേശുവേ നീ സകലതും അറിയുന്നു, എന്നോട് എനിക്ക് പ്രിയമുണ്ട്. അവിടെ പുതിയ ഒരു ബന്ധം ആരംഭിക്കുകയായി. ഇന്ന് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിൽ തകർന്നിരിക്കുന്നുണ്ടാവാം, വേദനപ്പെടുന്നുണ്ടാവാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ആ വേദനയിൽ യേശു ഉണ്ട്. നിങ്ങൾ ഒരിക്കലും 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 യേശു നിങ്ങളെ വിട്ട് പോയിട്ടില്ല, പോകത്തുമില്ല. പക്ഷെ നമ്മൾ തന്നെ ചില ബാരിയർ ഉണ്ടാക്കി, ഓ ഞാൻ ഇന്നലെ അത് ചെയ്തില്ലേ, ഇന്ന് എന്നോട് ദൈവത്തിന് ഇഷ്ടമില്ലായിരിക്കും എന്ന് വെച്ച് ഒരു കല്ല് കെട്ടി വയ്ക്കും. അടുത്ത ദിവസം വിചാരിക്കും ഇന്നലെ എന്തായാലും ചെയ്തില്ല, ഇന്നും കൂടെ അങ്ങ് ചെയ്തേക്കാം, അപ്പോൾ ഇന്നും ആ പാപം ചെയ്യും. അപ്പോൾ അടുത്ത കല്ല് കെട്ടും. ദൈവം കെട്ടുന്നതല്ല, നമ്മൾ തന്നെ കെട്ടിവെക്കും. നമ്മൾ തന്നെ ഇങ്ങനെ ഒരു വലിയ മറ കെട്ടിയിട്ട് പറയും, ഇപ്പം ദൈവത്തിന് എന്നെ വേണ്ട. ആർക്കാ വേണ്ടാത്തേ? നമുക്കാ വേണ്ടാത്തേ. അവൻ നമ്മുടെ അടുക്കിലേക്ക് വരും. ആദാം ഹവ്വയും പാപം ചെയ്തപ്പോൾ ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. അവർ ഒരു മരത്തിൻ്റെ ബാക്കിൽ പോയിട്ട് പറയുവാണ്, ഞങ്ങൾ ഭയന്ന് വിറച്ച് ഒളിച്ചിരിക്കുക, ഞങ്ങൾക്ക് ലജ്ജ തോന്നുക, കുറ്റബോധം നിങ്ങളെ പലപ്പോഴും മാറ്റി നിർത്തി ദൈവത്തിൽ നിന്ന് എന്നതിൻ്റെ വിഷയമേ അല്ല. ഞാൻ മാറിപ്പോവുകയാണെങ്കിൽ ഞാൻ പരിശുദ്ധ മൊഴിയിനനുസരിച്ച് സംസാരിക്കുക. കുറ്റബോധം ഒരിക്കലും നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുവരത്തില്ല. യഥാർത്ഥ കുറ്റബോധം, യഥാർത്ഥ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അവൻ്റെ സ്നേഹത്തെ അറിയുമ്പോൾ, പാപത്തിൽ വീഴുമ്പോൾ അവനിൽ നിന്ന് ഓടി മാറുകയല്ല ചെയ്യേണ്ടത്, അവൻ്റെ അടുക്കലേക്ക് വരിക ചെയ്യേണ്ടത്. മതങ്ങൾ പഠിപ്പിക്കുക തിരിച്ചാണ്. നീ ഇന്നലെ കുറെ പാപം ചെയ്തില്ലേ, നീ എത്ര നാൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാ, ദൈവമായിട്ട് ബന്ധം നടന്നതാ, പക്ഷെ നീ പാപം ചെയ്യുമ്പോൾ നിന്നെ ദൈവം അകറ്റിക്കളഞ്ഞു, നീ ഇനി വേണ്ട എന്നല്ല. നീ പാപത്തിൽ വീഴുമ്പോഴാണ് നിനക്ക് ദൈവത്തെ കൂടുതൽ വേണ്ടത്. യേശു പറഞ്ഞു, രോഗിക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം, രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗിയായിരിക്കുമ്പോൾ വൈദ്യന് ആവശ്യമുണ്ട്. നിങ്ങളിന്ന് പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, പുറത്തു വരാൻ പറ്റാത്ത അഡിക്ഷനിലായിരിക്കാം. അവിടെ നിനക്ക് യേശുവിന് അധികം വേണം. അവൻ നിന്റെ രക്ഷകനാണ്. ഒരിക്കലും നിന്നെ തള്ളിക്കളയത്തില്ല, കുറ്റപ്പെടുത്തത്തില്ല. പകരം നീ അവനിലേക്ക് വന്നാൽ അവനെ കഴുകി വെടിപ്പാക്കും, ഏറ്റവും മനോഹരമാക്കി മാറ്റും. അവൻ്റെ ആ സ്നേഹം കാണുമ്പോൾ നിൻ്റെ ഹൃദയം മാറാൻ തുടങ്ങും. ഇത്ര നല്ല സ്നേഹത്തെയാണോ ഞാൻ തള്ളിക്കളഞ്ഞത്, ഞാൻ ഉപേക്ഷിച്ച് പോയതെന്ന് തോന്നും. പിന്നെ ഒരിക്കലും നീ ആ വഴി പോകത്തില്ല. ഹല്ലേലൂയ. പിന്നെ ആ പരസ്ത്രീയുടെ പുറകെ നീ പോകത്തില്ല, ലോകത്തിൻ്റെ വേണ്ടാത്ത മോഹത്തിൻ്റെ പുറകെ പോകത്തില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, തിരിച്ചറിയുക, നീ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞിട്ടില്ല. അതറിയുവാനായി പ്രാർത്ഥിക്കുക. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും അറിയുവാനായി പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഡെസ്റ്റിനി, ദൈവത്തിൻ്റെ പ്ലാൻ എത്ര വലുതായിക്കോട്ടെ, പക്ഷെ നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശിംശോന്റെ വീഴ്ച ആരംഭിച്ച ദലീലയിൽ നിന്നല്ല,
തൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നാണ്. അവൻ ദൈവത്തിൽ നിന്ന് മാറി മാറി, ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് മാറി മാറിപ്പോയി. വീഞ്ഞു കുടിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ചത്ത മൃഗത്തിൻ്റെ അകത്ത്, ഞാൻ കഥ എല്ലാവർക്കും അറിയാൻ വിശദീകരിക്കുന്നില്ല, ഒരിക്കലും ഒരു സിംഹത്തെ അടിച്ചു കൊന്നു. ചത്ത് കിടന്ന ആ സിംഹത്തിൻ്റെ ഉടലിനകത്ത് തേനീച്ച കൂടുണ്ടാക്കി. ആ തേനീച്ച കൂട്ടിൽ നിന്നുള്ള തേന്, അപ്പോൾ ചത്ത മൃഗത്തിനെ തുടലെന്ന് പറഞ്ഞെങ്കിൽ അതിനകത്തുള്ള തേനെടുത്ത് ഭക്ഷിക്കുന്നു. അത്തരത്തിൽ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് നേരെ വിപരീതമായി നടക്കുകയാണ്. പിന്നെയോ പോയ വഴിക്ക് ഒരു വേശ്യയെ കാണുന്നു, അവളുമായി ജീവിക്കും. തീർന്നില്ല, അവിടെയും തീർന്നില്ല. ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടരുകയാണ്. നമ്മൾ വിചാരിക്കും ഒരു കാര്യം ചെയ്ത് അതാരും അറിഞ്ഞില്ല, തീർന്നല്ലോ. ശത്രു ആരും വിചാരിക്കരുത് ശത്രു നിങ്ങളുടെ ഏറ്റവും വലിയ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്, ഒരു വലിയ പാപം ചെയ്യാൻ കാത്തിരിക്കുകയാണെന്ന്. അവനറിയാം നിങ്ങളെ ചെറുതിൽ ചെറുതിൽ തെറുതിൽ തെറുതി വീഴ്ത്തിയാൽ നിങ്ങൾ വീഴ്ന്നോളും. ഹല്ലേലൂയ. ചെറിയൊരു കള്ളം ആർക്കും ഛേദമില്ലാത്ത കള്ളമല്ലേ? ചെറിയൊരു കാര്യമല്ലേ? ചെറിയൊരു മോശം വീഡിയോ അല്ലേ? ചെറുതല്ലേ? ചെറിയൊരു പിക്ചറല്ലേ? നോക്കിക്കോ. ചെറിയൊരു വീഡിയോ അല്ലേ? കണ്ടോ? ചെറിയൊരു ചാറ്റ് മാത്രമല്ലേ ഉള്ളൂ, ചാറ്റിക്കോ. ഇങ്ങനെയൊക്കെയാണ് തുടക്കം. ഇതാണ് ശത്രുവിൻ്റെ, നമ്മൾ ചില ഇതിൽ കാണുന്നല്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നു പറയാൻ, ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഇങ്ങനെ പുറകെ നമ്മളിങ്ങനെയാണ് ആ ട്രാക്കിലേക്ക് വീഴുക. ഇവിടെ ഒരു ട്രാക്ക് റെക്കോർഡ് കാണാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ടങ്ങ് വീണ് പോയതല്ല ശിംശോൻ. ദലീലയ്ക്ക് മുന്നിൽ വേറൊരു വേശ്യസ്ത്രീയോടാണ് പോയി. ഇതിങ്ങനൊരു ട്രാക്ക് റെക്കോർഡാണ്. ഏതൊരു മനുഷ്യൻ്റെ ഒരു വലിയ വീഴ്ച നമ്മൾ കാണുമ്പോൾ മനസ്സിലായിക്കോണം, അത് പെട്ടെന്നൊരു വീഴ്ചയല്ല. അവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചില ഇൻസ്റ്റൻസുകൾ കൃത്യമായ ഇടവേളകൾ സംഭവിച്ചൊരു ട്രാക്ക് റെക്കോർഡ് അവൻ്റെ ജീവിതത്തിൽ കാണും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വലിയ പാപത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ ദിവസം സംഭവിച്ചതല്ല. ഒളിഞ്ഞും മറിഞ്ഞും നിങ്ങൾ എവിടെയൊക്കെയോ എൻ്റർടൈൻ ചെയ്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി നിങ്ങളെ വീഴ്ത്തിയതാണ്. ഒരു സുപ്രഭാതം നിങ്ങൾ ആരെയും കൊല്ലുകയല്ല, ഒരു സുപ്രഭാതത്തിൽ വ്യഭിചാരത്തിൽ പെടുകയല്ല. ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ചില ചിന്തകൾ, ചില പ്ലാനുകൾ, ചില കാഴ്ചകൾ നിങ്ങൾ അതിലേക്ക് എത്തിച്ചതാണ്. ശത്രുവിനറിയാം നിങ്ങളുടെ വീക്ക് പോയിന്റ് നന്നായിട്ട്. അവൻ അവിടേക്ക് ചെറിയ 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 പ്രഹരങ്ങൾ തരും. ഈ മനുഷ്യൻ്റെ ജീവിതം നോക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് തീർന്നതല്ല. ഈ മനുഷ്യൻ ഇങ്ങനെ തെറ്റുകൾ ചെയ്ത് അവസാനം ദലീലയുടെ അടുത്തേക്ക് പോയി. ദലീല എന്ന് പറയുന്ന സ്ത്രീ നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഫെലിസ്തീർ വാടകയ്ക്കെടുത്തൊരു സ്ത്രീയാണ്. ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവരുടെ ഇഷ്ടത്താലല്ല, സാത്താൻ അവരെ ഉപയോഗിക്കുകയാണ്. സാത്താൻ വാടകയ്ക്കെടുക്കുകയാണ് ചില വ്യക്തികളെ നമ്മുടെ ജീവിതത്തിനെതിരായി. വ്യക്തമായ പദ്ധതിയോടുകൂടി അവളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ പൊൻപണം തരാം, ഞങ്ങൾക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ, അവനെ വശീകരിക്കണം, അവനെ നീ ഇല്ലാതാക്കണം, അവൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കണം. വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് ദലീല അയാളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ശത്രുവിൻ്റെ ഒരു ഏജൻ്റായി കടന്നു വരികയാണ്. നമുക്ക് പലപ്പോഴും തിരിച്ചറിയത്തില്ല. നമ്മൾ പുറമെ നോക്കുമ്പോൾ വാവ് സൂപ്പർ, സദൃശവാക്യങ്ങൾ മനോഹരമായി പറയുന്നു, പരസ്ത്രീയുടെ വായിൽ നിന്ന് തേനിറ്റിറ്റ് വീഴുന്നു. പാക്കമറ്റേ ചവച്ചുകൊണ്ടിരുന്നല്ല പറഞ്ഞ്, തേനാ വീഴുന്നേ. കാണാൻ മോശമായിരിക്കുന്നല്ല, വളരെ സുന്ദരിയായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാനിത് സഹോദരന്മാരെ മാത്രമല്ല തിരിച്ചും കൂടെ പറയാം. നമുക്കെപ്പോഴും നമ്മൾ വീണ് പോകുന്ന ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരങ്ങൾ പറയാനുണ്ടായി, ഒരാളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു വാക്ക് പറഞ്ഞു, അന്യ സ്ത്രീയുടെ ബന്ധം കാരണം പെറുക്കി തിന്നേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. ആ വാക്ക് മലയാളത്തിൽ അങ്ങനെ തന്നെയാണുള്ളത്. പക്ഷെ എത്രയോ കുടുംബങ്ങൾ തകർന്ന്, ബിസിനസ്സുകൾ തകർന്ന്, ലിറ്ററലി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വ്യക്തമായ പദ്ധതിയോടുകൂടെ ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവരെ അവസാനം ഈ അവസ്ഥയിൽ ഒന്നും കഴിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി തീർത്ത ഒത്തിരി കഥകൾ കാണാൻ പറ്റും. തുടങ്ങിയത് എവിടെ നിന്നാണ്? ഒരു ചാറ്റിലൂടെ, ഒരു ചെറിയ വീഴ്ചയിലൂടെ, ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ. നമ്മൾ കരുതും ഇതിവിടെ നിർത്താം. നമ്മൾ ചില ബൗണ്ടറികൾ വയ്ക്കും. പ്രിയ സഹോദര, അങ്ങനെ ഒന്നില്ല. സേഫ് ചാറ്റ് എന്നൊരു സാധനം ഇല്ല. എന്തുകൊണ്ട് എന്ത് മെസ്സേജ് പറഞ്ഞ് എനിക്കറിയത്തില്ല കേട്ടോ, ഞാനത് എഴുതിയിട്ടില്ല. സേഫ് ചാറ്റ് എന്നൊരു സംഭവം ഇല്ല. വളരെ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. നിൻ്റെ ജീവിതം നശിപ്പിക്കും, നിൻ്റെ ബന്ധങ്ങളെ നശിപ്പിക്കും, നിൻ്റെ സ്വസ്ഥത നശിപ്പിക്കും, നിൻ്റെ ലൈഫിനെ തകർത്തു കളയും. മാൻ ഒരിക്കലും കെണി വിരിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ പോയി കയറത്തില്ല. പക്ഷെ ഇതുപോലെയാണ് ചില വ്യക്തികൾ, കണ്ടാലും പോകും. അവസാനം അസ്ഥി ഇവിടെ കുത്തി കയറുമ്പോഴേ മനസ്സിലാകും. ഇതൊക്കെ വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയരെ, നമ്മുടെ ചെറിയ ചില മിസ്റ്റേക്കുകളെ പരിശുദ്ധമായി ചോദിക്കണം, കഥാവേ, നമ്മൾ വിചാരിക്കും നമ്മൾ ഇതൊന്നും ചെയ്യുന്നവരല്ല,
പക്ഷേ കഥാവേ എൻ്റെ ചില ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ ഞാൻ പോലും എനിക്കുണ്ടെന്ന് അറിയാത്ത ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട്. എന്നെക്കുറിച്ച് ഞാൻ പറയുന്നത് അതിനെ കാണിച്ചു തരണേ, എക്സ്പോസ് ചെയ്ത് തരണേ, വെളിച്ചത്തിൽ കൊണ്ടുവരണേ, അതിനെ മാറ്റുവാൻ സഹായിക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയരെ. ഇതെങ്ങനെ മനസ്സിലാവുമെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ വചനം വായിക്കുക, അതിൻ്റെ പ്രകാശനം വരുമ്പോൾ അത് വെളുത്തു വരും. വചനം പറയുകയാണ്, ദ എൻട്രൻസ് ഓഫ് യുവർ വേർഡ് ഗീവ്സ് ലൈറ്റ്. അവൻ്റെ വചനത്തിൻ്റെ പ്രവേശനം പ്രകാശം നൽകുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഇതകത്ത് കയറുമ്പോൾ അത് പ്രകാശം തരും. ദ റെവലേഷൻ നോളജ്, ഒരു വെളിച്ചമാണ്. അത് ചില ഒളിച്ചിരിക്കുന്ന ഇരുട്ട് തിരിച്ചതിലേക്ക് വെളിപ്പെടുത്തരും. ഇങ്ങനൊരു പ്രശ്നം എനിക്കുണ്ടല്ലോ, അത് നിന്നെ കുറ്റപ്പെടുത്താൻ വരുമല്ല, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധം കാണിച്ചു തരുന്നതാണ്. ചിലർ പറയും, ബ്രദറെ പ്രാർത്ഥിക്കുന്നതോറും എനിക്ക് ടെംപ്റ്റേഷൻ കൂടുവല്ല, പരിശുദ്ധം എക്സ്പോസീവാണ്. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിനെ കറക്റ്റ് ചെയ്യണം. ചിലർ പറയും ഫാസ്റ്റ് ചെയ്യുന്നതോറും എനിക്ക് പ്രശ്നം കൂടി വരുക, ടെംപ്റ്റേഷൻ കൂടുവല്ല, പരിശുദ്ധം അത്രത്തോളം നീ സെൻസിറ്റീവ് ആകുമ്പോൾ പരിശുദ്ധം കാണിച്ചു തരികയാണ്, നിന്റെ ഈ മേഖലയിൽ നീ വർക്ക് ചെയ്യണം. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പത്ത് വലുതാകുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവമാകുന്ന കോൺസെൻട്രേഷനും വലുതായിരിക്കും. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് അത്രമാത്രം ദൈവം അതിനെക്കുറിച്ചുള്ള പദ്ധതി ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും പ്രിയരെ. ജോസഫിന് ദൈവം സ്വപ്നം കൊടുത്തു. എന്താ സ്വപ്നം? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങൾ തന്നെ വണങ്ങുന്നു. സ്വപ്നമാണ്. വ്യാഖ്യാനവും കൊടുത്തു. സഹോദരങ്ങൾ, അപ്പനും അമ്മയും വണങ്ങുന്നു. ശരിയല്ലേ? ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച ഡെസ്റ്റിനിയാണത്. പക്ഷേ പോത്തിഫേറിന്റെ വൈഫിനോട് യെസ് പറഞ്ഞിരുന്നെങ്കിലോ ആ ഡെസ്റ്റിനി അവിടെ തീർന്നേനെ. മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. നിങ്ങളുടെ യാത്രയിൽ എല്ലാ ദൈവത്തിൻ്റെ പ്രോമിസുകളും ഓട്ടോമാറ്റിക് അല്ല. നമ്മുടെ യേശു വളരെ പ്രാധാന്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശുവിനെ കുറിച്ച് 100,000 പ്രോമിസുകൾ, പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഗെത്സമനയിലുള്ള യേശുവിൻ്റെ യെസ് അതിനാവശ്യമായിരുന്നു. ശരിയാണോ അല്ലയോ? യേശു പറഞ്ഞു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആ യെസ്സിനാണ് ക്രൂശ് നിറവേറിയത്. ഇല്ലെങ്കിൽ അത് മാറിയേനെ. ഹല്ലേലൂയ. മനുഷ്യന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെടത്തില്ല. നമ്മുടെ യേശു ആവശ്യമാണ്. മറിയയോട് സ്വർഗത്തിലെ ദൂതൻ പറയുമ്പോൾ മറിയ പറയുന്നു, യെസ്, ഇതാ കർത്താവിൻ്റെ ദാസൻ. ആമേൻ പറഞ്ഞപ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമ്പോൾ 100 നൂറ്റാണ്ടിൽ പഴക്കമുള്ള പ്രവചനം അവിടെ നിവൃത്തിയായി. എൻ്റെയും നിൻ്റെയും മേൽ എത്രമാത്രം വലിയ പ്രവചനങ്ങൾ സ്വർഗം വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? യെരമ്യാ പ്രവചനം 31:3 പറയുകയാണ്, ഞാൻ നിന്നെ നിത്യമായ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിക്കും ചോദിച്ചാൽ അതിന് മറുപടി വചനം പറയുന്നു, നിത്യമായ സ്നേഹത്താൽ, ഒരിക്കലും മാറിപ്പോകാത്ത സ്നേഹത്താൽ ദൈവം നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. അതിന് ഏറ്റക്കുറച്ചുകളില്ല. നിന്റെ പ്രവൃത്തി അനുസരിച്ച് ഇങ്ങനെ മാറത്തില്ല. അത് ഗ്രാഫ് ഇങ്ങനെയാണ്. നീ എങ്ങനെ മാറിയാലും അവൻ മാറത്തില്ല. അവൻ മാറ്റമില്ലാത്തവൻ, അവൻ്റെ സ്നേഹത്തിനും മാറ്റമില്ല. പക്ഷെ നിന്റെ ഹൃദയത്തിനകത്ത് അതിന് എക്സ്പീരിയൻസിന് ലെവല് മാറിക്കൊണ്ടിരിക്കും. നീ പറയും, ഞാൻ ഇന്ന് യോഗ്യനല്ല കർത്താവേ. നീ യോഗ്യനാണോ നോക്കിയിട്ടല്ല, അവൻ്റെ യോഗ്യത, അവൻ്റെ വിശ്വസ്തത, അതിനൊരു മാറ്റമില്ല. അവൻ നിന്നെ എന്നും സ്നേഹിക്കുന്നവനാണ്. ഏത് നിമിഷവും നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഏത് ചെളിക്കുണ്ടിലായാലും എനിക്ക് കയറിപ്പോയി ചേർന്നിരിക്കാൻ ഒരു മാറുണ്ട്, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ തിരിച്ചറിവാണ് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഞാൻ തീർന്നാലും എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളത് അവനുമായിട്ടാണ് എനിക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ളത്. അവനെ മാത്രമേ എനിക്ക് കണക്ക് ബോധിപ്പിക്കാനുള്ളൂ. അവനെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ശിംശോന്റെ ലൈഫിനകത്ത് ഒത്തിരി പ്രാവശ്യം വീഴ്ചകളുണ്ടായി. ഈ സഹോദരി ദലീല ശിംശോന്റെ അടുത്ത് വന്നത് തന്നെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നതാ നിന്റെ രഹസ്യം, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താ? ആദ്യം മുതൽ ചോദിക്കുക. ശിംശോൻ കള്ളം പറയും. ശിംശോൻ പറയും, ഇങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ അവൾ വീണ്ടും വീണ്ടും ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം മനുഷ്യന് മനസ്സിലായി, ഇവൾ ചോദിക്കുന്നത് എന്നെ കൊല്ലാനാണെന്ന്. ഇതുപോലെയാണ്. എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും, എത്ര മനസ്സിലാക്കിയാലും ചിലരൊന്നും ഈ ബന്ധങ്ങളിൽ നിന്ന് പിന്മാറത്തില്ല. ഒരു അഡിക്ഷൻ പോലെ പുറകെ പോകും. അവസാനം 2 കണ്ണും പുറത്തു പോകുന്നത് വരെ ഈ മനുഷ്യൻ മനസ്സിലാക്കിയില്ല. അവസാനം ശത്രുവിൻ്റെ പാളയത്തിനകത്ത് തകർന്നു തീരുക. ദൈവം ആഗ്രഹിച്ച ഒരിക്കലും ഒരു മനുഷ്യനെ കുറിച്ച് ഡെസ്റ്റിനി അതല്ല ആഗ്രഹിച്ചത്. ഫെലിസ്ത്യരെ തകർത്ത് ഇസ്രായേൽ മക്കൾ അതിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ, അവരെ അതിൻ്റെ കീഴിൽ നിന്ന് മാറ്റാൻ ദൈവം ആഗ്രഹിച്ച മനുഷ്യൻ ആ ശത്രുവിൻ്റെ പാളയത്തിനകത്ത് തീർന്നു. എന്തുകൊണ്ട്? തൻ്റെ ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രോമിസുകൾ എത്ര വലുതായാലും പ്രിയരെ, നമ്മൾ തീരുമാനിക്കണം,
എൻ്റെ ദൈവത്തിനെക്കുറിച്ച് ആഗ്രഹം എന്താണോ അത് ഞാൻ എത്തും. ഞാൻ അതിന് യെസ് പറയും. അതിന് ചില നോകൾ ആവശ്യമായി വരും. ചിലയിടത്തുനിന്നൊക്കെ ഓടേണ്ടി വരും, ചിലതൊക്കെ വിട്ടെറിയേണ്ടി വരും. ചില വ്യക്തികളിൽ നിന്ന്, ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറേണ്ടി വരും. നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അത് എത്ര വലുതായിക്കോട്ടെ, അതിനോട് നമ്മൾ നോ പറയണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഡെസ്റ്റിലേക്ക് എത്താൻ അത് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും അവൻ്റെ വീഴ്ച പെട്ടെന്ന് നമ്മൾ തോന്നുമായിരിക്കും. ഏത് വലിയ വീഴ്ച ആയിക്കോട്ടെ, നമ്മളത് കണ്ട് നമ്മൾ ആരും അഹങ്കരിക്കാനല്ല, നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകാൻ, ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. ഹല്ലേലൂയ. ഒന്നിനെയും ചെറുതായി അവഗണിക്കരുത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതുകയാണ്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്നിടത്ത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 വാക്യങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കുത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഇത്രയും അധികമുണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? അസൂയുണ്ട്, പിണക്കമുണ്ട്. നമുക്കിതൊക്കെ നിസ്സാരമല്ലേ? ഇതൊക്കെ നിസ്സാരമല്ലേ? പിണക്കം നിസ്സാരമല്ലേ? അസൂയ നിസ്സാരമല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാത്തിൻ്റെയും ഉറവ് ഒന്നാണ്, സോഴ്സ് ഒന്നാണ്, ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അതിനിപ്പോൾ അസൂയ ആയിക്കോട്ടെ, പിണക്കം ആയിക്കോട്ടെ, വിചാരം ആയിക്കോട്ടെ, എന്തും ഒറ്റ സോഴ്സിൽ നിന്നാണ്. അതുപോലെ തന്നെ തൊഴിലോട്ട് വായിക്കുമ്പോൾ 22-ാമത് വാക്യം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനും ഒരേ സോഴ്സാണ്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഒന്ന് പ്രവൃത്തികളാണ്, മറ്റൊന്ന് ഫലങ്ങളാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഫലങ്ങളാണ്, നമ്മുടെ പ്രവൃത്തികളല്ല. അതർത്ഥം നമ്മൾ ചെയ്യുവല്ല, നമ്മിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മിൽ നാം പോലും അറിയാതെ ഉണ്ടാകുന്നതാണ് ഫലങ്ങൾ. പ്രവൃത്തികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, നമ്മുടേതാണ്, സെൽഫാണ്. അതാദ്യം വായിച്ചത്. പക്ഷേ സ്നേഹമായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, ക്ഷമയായിക്കോട്ടെ, ഇതൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. നമ്മിലായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിലൂടെ ജീവിക്കാൻ എത്രത്തോളം നമ്മൾ അനുവദിക്കുമോ അത്രത്തോളം നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കും. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് പ്രവൃത്തി, മറ്റൊന്ന് ഫലങ്ങൾ. ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇറ്റ്സ് എ ഫ്രൂട്ട്. ഒരു മരത്തിനും ഫ്രൂട്ട് നമുക്ക് ഇപ്പോൾ വീട്ടിൽ എനിക്ക് രണ്ട് ആപ്പിൾ മരമുണ്ട്, കായ്ക്കുന്നില്ല. കുറേ ആപ്പിൾ കൊണ്ട് തൂക്കിയിട്ടാൽ പറ്റുമോ? തൂക്കിയിടാൻ പറ്റും. നമ്മൾ ആരെങ്കിലും നോക്കിയാൽ സൂപ്പർ നല്ലവണ്ണം ആപ്പിൾ കായ്ക്കുന്ന മരമാണ്, പക്ഷെ 3 അഴുകും. നമുക്കിതുപോലെ ചിലതൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ പറ്റും ആൾക്കാരുടെ മുന്നിൽ. ഞാൻ ഭയങ്കര ദൈവഭക്തനാണ്, ഞാൻ ഭയങ്കര അതാ, പക്ഷെ അത് നിൽക്കത്തില്ല. അകത്ത് നിന്ന് ആത്മാവിൻ്റെ ഫലമായിട്ട് വരണം. പ്രവൃത്തിയല്ല, ആത്മാവിൻ്റെ ഫലം. എങ്ങനെ വരും? നമ്മൾ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ അനുവദിക്കുമോ അത്രമാത്രം നമ്മളിലൂടെ അത് പുറത്തു വരും. അതുകൊണ്ടാണ് ഗലാത്യർ 2:20 പറയുകയാണ്, ഇനി ഞാനല്ല, അതിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. ഐ എം ലെറ്റിംഗ് ഹിം ലീവ്. അവൻ എന്നിലൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഗ്രേറ്റ് പർപ്പസിലാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളാണ്. ഒരു പദ്ധതിയും ഇല്ലാതെ ഒരാളെയും ദൈവം ഭൂമിയിലാക്കിയിട്ടില്ല. എല്ലാവരെ കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്. വലിയ പദ്ധതികളാണ്. അത് മിനിസ്ട്രി ഒന്നും ആവണമെന്നില്ല, ബിസിനസ് ആവാം, നല്ല കുടുംബജീവിതങ്ങളാവാം, പല മേഖലയിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ട് ക്രിയേറ്റീവായുള്ള പല കാര്യങ്ങളാവാം, എന്തുമാവാം. വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കാം. പരിശുദ്ധാത്മാവ് ബൈബിളിൽ ആദ്യമായി ഒരു വ്യക്തിയുടെ മേൽ വന്നത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, ആർട്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. ആർട്ട് വർക്ക് ചെയ്യുന്നതിനും വേണം പരിശുദ്ധാത്മാവിൻ്റെ സഹായം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് പരിശുദ്ധം എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും മിനിസ്ട്രി അല്ല. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ദൈവികമായ അസിസ്റ്റൻസ് വേണം. ആർട്ട് വർക്ക് ചെയ്യുന്നതിനാണ് ആദ്യം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു വ്യക്തിയുടെ മേൽ. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ ലോകത്ത് ദൈവം നമുക്ക് ആഗ്രഹം ഡെസ്റ്റിനികളെത്താൻ വളരെ സന്തോഷത്തിൽ അതിനെ ഫുൾഫിൽ ചെയ്യാൻ ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ
ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, എത്ര ഡിബേറ്റ് ചെയ്താലും ആ കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ചെറുപ്പക്കാരൊക്കെ പറയും ഞങ്ങൾ അതും ഇതുമൊക്കെ കഴിച്ച് നൈറ്റ് റൈഡാണ്, വൈബ് ലാംഗ്വേജാണ്, വൈബാണ്, നൈറ്റ് റൈഡാണ്, രാത്രി യാത്ര ചെയ്യുന്നതാണ് ഭയങ്കര സംഭവമാണ്, അത് കഴിക്കുന്നതാണ് സൂപ്പർ, ഇത് കഴിക്കുന്നതാണ് സൂപ്പർ. എന്തും കഴിച്ചോട്ടെ, എന്തോ ഡിബേറ്റ് ചെയ്യാം. പക്ഷെ അവരാരും സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചിട്ടില്ല, സമാധാനത്തിൻ്റെ പൂർണ്ണത അനുഭവിച്ചിട്ടില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള വ്യഗ്രതകൾ, എന്തൊക്കെയോ മറയ്ക്കാൻ, എന്തൊക്കെയോ ഒളിക്കാൻ, എന്തൊക്കെയോ വേദനകളെ കണ്ടിൽ നടിക്കാനുള്ള ചില അഭിനയങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ ദൈവത്തിൻ്റെ സന്തോഷത്തെ അനുഭവിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുന്ന ദൈവമായുള്ള ബന്ധത്തിലേക്ക് അവർ കണക്ട് ചെയ്തില്ലെങ്കിൽ പ്രിയരെ, അവരുടെ ലൈഫിൽ അവർ ആ സന്തോഷം അനുഭവിക്കത്തില്ല. ഏതൊരു സഹോദരനും സഹോദരിയും അവൻ്റെ പൂർണ്ണത മനസ്സിലാക്കുന്നത് അവൻ്റെ സോഴ്സുമായി കണക്റ്റ് ആകുമ്പോഴാണ്. നമ്മുടെ ആത്മാവ് അതിനുവേണ്ടി വ്യഗ്രതപ്പെട്ടുകൊണ്ടേയിരിക്കും. ഏതൊരു മനുഷ്യനും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. സോ ദൈവം നമ്മെക്കുറിച്ച് വെച്ചിരിക്കുന്ന വലിയ പദ്ധതികൾക്ക് മുന്നോട്ട് പോകാൻ, അതിന് യെസ് പറയാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുത്തു കളയാം. ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് നമ്മളെക്കുറിച്ചുള്ളതിനേക്കാൾ ഏറ്റവും മനോഹരമായിരിക്കും, ഒരു സംശയവുമില്ല. നിങ്ങൾ എത്ര വലിയ സ്വപ്നം കണ്ടോട്ടെ, എത്ര വലിയ പദ്ധതിയിൽ പ്ലാൻ ചെയ്തോ, അതിനേക്കാളും ഏറ്റവും മനോഹരമായിട്ടുള്ളതായിരിക്കും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ദൈവത്തിൻ്റെ സ്വപ്നം ഏറ്റവും ബെസ്റ്റായിരിക്കും, ഏറ്റവും മനോഹരമാണ്, അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവനെ ട്രസ്റ്റ് ചെയ്യാം. അവൻ നിങ്ങൾക്ക് തന്ന സ്വപ്നങ്ങൾ, അവൻ നിങ്ങൾക്ക് തന്ന പ്രവചനങ്ങൾ, ഇതൊക്കെ ഈ നിവൃത്തിയാകുവാനായി ദൈവവുമായി കോഓപ്പറേറ്റ് ചെയ്യാം. ചെറിയ ചെറിയ വീഴ്ചകൾ അതിന് ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാം. വേണ്ടാത്ത ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ ജീവിതത്തെ തെറ്റായി നിയന്ത്രിക്കുന്നത്, അങ്ങനെയുള്ള ബന്ധങ്ങളെ വിടാം. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളെ കട്ട് ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അത് ഏറ്റവും മനോഹരമായിരിക്കും. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റൈഡ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹോളോകോസ്റ്റ് റൈഡ് എന്ന് വിചാരിക്കുക. ആ റൈഡിൽ കയറി ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണ്. 2 കൈയൊക്കെ വിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യും. കണ്ടില്ലേ, അതിങ്ങനെ വെള്ളത്തിൽ തട്ടിപ്പോവും, മുകളിൽ പോയി ആകാശത്തൊടും പോലെ പോകും, തിരിച്ചു വരും. വളരെ എമൗണ്ട് കൊടുത്താണ് ആൾക്കാർ അതിനകത്ത് കയറി എൻജോയ് ചെയ്ത് 2 കൈയും വിട്ട്. ചിലരാണെങ്കിൽ നിലവിളിക്കുന്നത് കാണാൻ പറ്റും, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതും കാണാൻ പറ്റും. പക്ഷെ അവർ 2 കൈയും വിട്ട് എൻജോയ് ചെയ്യാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരിട്ടിരിക്കുന്ന സേഫ്റ്റി ബെൽറ്റാണ്. ആ സേഫ്റ്റി ബെൽറ്റ് ഒരിക്കലും അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാനല്ല, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില ബൗണ്ടറികൾ വെച്ചിരിക്കുന്നത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് തെറ്റാണെന്ന് പറയുന്നത്, അതൊന്നും നിങ്ങളെ വിലക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ എൻജോയ്മെൻറ്റിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഏറ്റവും നല്ല ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. ഇത്രയ്ക്ക് മനസ്സിലായി എനിക്കറിയത്തില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ അത് എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ചിലതൊക്കെ വീഡിയോ കാണും, ചിലരൊക്കെ എൻജോയ് ആണ്, അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. പ്രിയരെ, അതൊന്നും ഒരു എൻജോയ്മെൻ്റ് അല്ല. ദൈവം തന്നെ ചില കാര്യങ്ങളെ ഫാമിലി ലൈഫിനകത്ത് ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നത് എന്തിനാ? നീ അങ്ങനെ പോകലെന്ന് പറയാൻ കാര്യം എന്താ? നിൻ്റെ ലൈഫിനെ തകർക്കും, എൻ്റെ ബന്ധങ്ങളെ തകർക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മദ്യപിക്കേണ്ടതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മദ്യം ആസ്വദിക്കുന്ന ദൈവം വിലക്കുന്നതുകൊണ്ടാണ്? വീഞ്ഞു കുടിച്ച് മത്തരാകുന്ന പറയാൻ കാരണം എന്നാ? എൻ്റെ ബോധം അത് കളയും, സ്വഭാവത്തിൽ എനിക്ക് ചിന്തിക്കാനുള്ള കഴിവിനത് കളയും. നീ അല്ലാതായി മാറും. പിന്നെ നിന്നെ നിയന്ത്രിക്കുന്നത് മദ്യമാകും. ഒരിക്കലും തൻ്റെ മക്കളെ ദൈവമല്ലാതെ മറ്റൊന്നും നിയന്ത്രിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളെ ദൈവമല്ലാതെ വേറൊന്നിനും നിങ്ങൾ അടിമപ്പെടുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ദൈവം മാത്രമായിരിക്കണം. കാരണം നിങ്ങളുടെ ലോർഡ് കർത്താവാണ്. നിങ്ങളെ വേറെ എന്തെങ്കിലും, അത് മദ്യമായിക്കോട്ടെ, പണമായിക്കോട്ടെ, സെക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലോർഡ്ഷിപ്പായി മാറി. ക്ലിയർ? നിങ്ങളെ എന്താണോ നിയന്ത്രിക്കുന്നത് അതാണ് നിങ്ങളുടെ ലോർഡ്. യേശു എൻ്റെ കർത്താവാണ്. ഉറക്കെ പറ, യേശു എൻ്റെ കർത്താവ്. ഉറക്കെ പറ, യേശു എൻ്റെ കർത്താവ്. യേശു എൻ്റെ കർത്താവ്. യേശു എൻ്റെ കർത്താവായിരിക്കുമ്പോൾ, എൻ്റെ ലോർഡ്, എൻ്റെ ലോർഡ്ഷിപ്പ് അവനായിരിക്കുമ്പോൾ, അവൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ജീവിതം നടക്കേണ്ടത്. അവൻ ആഗ്രഹിക്കുന്നത് എന്നെക്കുറിച്ച് ഏറ്റവും ബെസ്റ്റുമാണ്. കാരണം അവൻ എന്നെ സ്നേഹിക്കുന്ന പിതാവാണ്, എനിക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അവൻ ഒരിക്കലും എനിക്ക് മോശമായിട്ടുള്ള ചിന്തിക്കത്തില്ല, ദോഷമായിട്ടൊന്നും അവൻ ചെയ്യത്തില്ല. പ്രിയ സഹോദര, ഇന്ന് ഉറപ്പിച്ചോ, ഒരു എൻജോയ്മെൻറ്റും നിന്നിൽ നിന്ന് ദൈവം പിടിച്ചു വയ്ക്കത്തില്ല. എന്തെങ്കിലും പിടിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു സേഫ്റ്റി ബെൽറ്റ് മാത്രമാണ്. നീ ദീർഘായുസോടിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ബന്ധത്തിൽ നീ അനുഗ്രഹമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീ ഭാര്യയും മക്കളുമായി സന്തോഷത്തോടെ ഈ ഭൂമിയിൽ അനേക വർഷം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിന്റെ ബന്ധങ്ങൾ ചില ലിമിറ്റേഷൻ ദൈവം വയ്ക്കുന്നത്, നിന്റെ ആരോഗ്യത്തിൽ ചില ലിമിറ്റേഷൻ വയ്ക്കുന്നത്. അതൊരു സേഫ്റ്റി ബെൽറ്റാണ്. ആ ബെൽറ്റാണ് ഈ ഭൂമിയിൽ ഏറ്റവും മനോഹരമായി ടു ദ ഫുള്ളസ്റ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ നിന്നെ സഹായിക്കുന്നത്. ഇല്ല എങ്കിൽ ആ റൈഡിനകത്ത് നീ പേടിച്ചേ ഇരിക്കത്തുള്ളൂ. എപ്പം വീഴും, എപ്പം വീഴും, എപ്പം വീഴും.
ആ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ജീവിതത്തിൽ പലരും അങ്ങനെയാണ്. അയ്യോ നാളെ തട്ടിപ്പോയി എന്ത് ചെയ്യും, അവിടെ പോയി എന്ത് ചെയ്യും? സഹോദര, ഭാവി എല്ലാം അവൻ്റെ കയ്യിൽ സേഫാണ്. അവൻ്റെ കൈ കൊടുത്തിട്ട് സന്തോഷമായി ഈ റൈഡിൽ യാത്ര ചെയ്യും. കാരണം ഈ റൈഡിന് അവസാനം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അവൻ്റെ കയ്യിൽ സേഫാണ്. ഈ ഭൂമിയിൽ ഞാൻ പറന്നു പോയാലും ഞാൻ അവനോടൊപ്പമാണ്. ദാറ്റ് ഈസ് മൈ ഹോപ്പ്. അതാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ പ്രാണപ്രിയനെ ഞാൻ നേരിൽ കാണും. ഇന്ന് ഞാൻ ഇവിടെ വിട്ടാൽ ഞാൻ നാളെ അവനോട് കൂടെ. ടു ബി ആബ്സെന്റ് ഹിയർ വിൽ ബി പ്രസന്റ് ദെയർ. ഇവിടെ ആബ്സെന്റ് ആകുമ്പോൾ ഞാൻ ഇവിടെ ഉറങ്ങുന്നു, അവിടെ ഉണരുകയാണ്. ഹല്ലേലൂയ. സോ ആ ഫുള്ളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രിയരെ, അതാണ് ലൈഫ്. അത് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചില ബൗണ്ടറികൾ ദൈവം സെറ്റ് ചെയ്തിട്ടുള്ളതിനോട് യേശു പറയുക. അതൊരിക്കലും നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പാഠങ്ങൾ ശിംശോന്റെ ജീവിതത്തിൽ ഒത്തിരി പറയാനൊക്കെ അതിലോട്ട് ഞാൻ പോകുന്നില്ല. ഒരിക്കലും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വീഴ്ചയും പെട്ടെന്നുള്ളതല്ല. ചില ചെറിയ സ്റ്റംപിംഗ് ബ്ലോക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയി. ചിലരൊക്കെ അങ്ങനെയാണ്. ചില മോശം വീഡിയോ കാണും. ഇതിപ്പം വെറും എല്ലാവരും കാണുന്നതല്ലേ. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മനസ്സിലിങ്ങനെ, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എത്രയോ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കും, ബ്രദറെ ഇത് ചെയ്യാമോ, അത് ചെയ്യാമോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചിലർ ചോദിക്കും മാസ്റ്റർബേറ്റ് ചെയ്യാമോ, മെസ്സേജ് ചോദിക്കുക. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് അറിയാമോ? ഇത് തന്നെയാണ് ശത്രുവിൻ്റെ ഏറ്റവും വലിയ കള്ളം. ആദാമിൻ്റെ ഹവ്വയുടെ അടുത്തേക്ക് ആദ്യം പാമ്പ് ചോദിച്ചോ ചോദ്യം ഇതാണ്, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, യഥാർത്ഥമായി പറഞ്ഞിട്ടുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കും. ചാറ്റ് ചെയ്യില്ലെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ശരിയാണല്ലോ, ബൈബിൾ പറഞ്ഞിട്ടില്ല, ചാറ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് ചാറ്റിംഗ് അല്ലേ ചെയ്യുന്നുള്ളൂ. ശത്രു പറയും ശരിയാടാ, ചാറ്റ് ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലെ ചോദ്യങ്ങൾ വരും. അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ റെയിൽവേ പാളത്തിൽ പോയി നിന്നിട്ട് ചോദിക്കുമ്പോഴാണ്. ഇവിടെ നിന്നാ കുഴപ്പമുണ്ടോ, ഇവിടെ നിന്നാ കുഴപ്പമുണ്ടോ, എവിടെ നിന്നാലും ട്രെയിൻ അടിക്കും, എവിടെ നിന്നാലും ട്രെയിൻ അടിക്കും. അത് അവർക്കറിയാം. എങ്ങനെ ഒരു ചോദ്യമാണ്. നമ്മളിന്ന് കേൾക്കണം. ഞാൻ പറയും എവിടെ നിന്നാലും ഇടിക്കും. ഏതറ്റം വരെ പോകാമെന്ന് ആണോ അതിന് ഉദ്ദേശമെങ്കിൽ അതൊക്കെ നല്ല സേഫായിട്ടിരിക്കുന്നതല്ലേ. എൻ്റെ കൈ മുറിയാതെ എവിടം വരെ പോകാമെന്നാണ് ചോദ്യമെങ്കിൽ ഇതാണ് പലരും ചോദിക്കും. ഏതറ്റം വരെ പോകാം, എല്ലാവർക്കും ആ ബ്രിം വരെ പോകാൻ ഇഷ്ടമാണ്. അതിനേക്കാളും സേഫായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. സേഫായിട്ടിരിക്കുന്നതല്ലേ നല്ലത്. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് ഹവ്വായോട് ചോദിച്ചതുപോലെ ദൈവം യഥാർത്ഥമായി ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് പലരുടെയും ചോദ്യം. സഹോദര, ദൈവത്തിൻ്റെ എക്സ്പ്രസ്ഡ് വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ യഥാർത്ഥമായ ഹൃദയം, അവൻ്റെ ഇഷ്ടം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നിനക്കുള്ളതാണ്. വായിക്കുക, പഠിക്കുക, പരിശുദ്ധനോട് സംസാരിക്കട്ടെ, കേൾക്ക്. റോമാലേഖനം 8:14 പറയുന്ന പോലെ ദൈവാത്മാവ് നടത്തുന്നവർ അത്രേ ദൈവത്തിൻ്റെ മക്കൾ. ആ ദൈവാത്മാവിൻ്റെ ശബ്ദമനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയ വലിയ ഡെസ്റ്റിനികളിലേക്ക് എത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ എംപവർ ചെയ്യട്ടെ. ഇന്ന് രാത്രി ചില തീരുമാനങ്ങൾ എടുക്കുക. കാരണം കഥാവെ, കഴിഞ്ഞ നാളുകൾ ഞാൻ വീണു പോകാമായ ഒത്തിരി സാഹചര്യം ഉണ്ടായിരുന്നു. നാണക്കേണ്ട അവസ്ഥയിൽ പെട്ടുപോകാമായ പല സാഹചര്യങ്ങളിലും നീ എന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇനി ഞാൻ പഴയ വഴിയിൽ പോകത്തില്ല. അത് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ അറിയുന്നു. ഞാൻ ഇന്ന് തിരിച്ചു വരികയാണ്. തീർച്ചയായും ആ പിതാവ് നല്ല കഴുകി വെടിപ്പാക്കി. യെശയ്യാപ്രവചനം 1-ാം അധ്യായം പറയുന്ന പോലെ ഇങ്ങനെ നമുക്ക് തമ്മിൽ വാദിക്കാം. ദൈവം പറയുക, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. കം എന്നാ ദൈവം നിന്നെ വിളിക്കുകയാണ്. തിരിച്ചു വാ. ലൈഫിനെ മനോഹരമാക്ക്. ഇതൊരു മതത്തിൻ്റെ ആഹ്വാനമല്ല, റിലീജിയസ് ഒരു ആക്ടിവിറ്റി അല്ല. നിന്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ സൃഷ്ടികർത്താവായി ദൈവം തരുന്ന ഒരു ചാൻസാണ്. തിരിച്ചു വാ. നിന്റെ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവാ. നിന്റെ കുടുംബജീവിതത്തിലെ സന്തോഷം തിരിച്ചു കൊണ്ടുവാ. ഞാൻ നിന്റെ കൂടെ നിന്നെ റിസ്റ്റോർ ചെയ്യും. നഷ്ടപ്പെട്ട നാളുകൾക്ക് നിനക്ക് 10 മടങ്ങ് തിരികെ മടക്കി തരും. നിന്റെ ലൈഫിനെ ഏറ്റവും മനോഹരമാക്കാൻ ദൈവം തയ്യാറാണ്. നിങ്ങൾ കോഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണോ? ചെറിയ പിണക്കങ്ങൾ, ചില അസൂയകൾ, അതിനെ ചെറുന്ന് വെച്ച് കളയരുത്. അതും ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. എടുത്തുകളാ. നാളെ വലുതിലേക്ക് വീഴ്ത്താതിരിക്കാൻ അതിനിപ്പോഴേ എടുത്തുകളാം. യൂദ യേശുവിൻ്റെ കൂടെ നടന്നിട്ട് പണസഞ്ചിയിൽ ചെറിയ പൈസ എടുത്തുകൊണ്ടേയിരുന്നു. അത് പിന്നെ ഒരു ശീലമായി അത്യാഗ്രഹമായി അവസരത്തിൻ്റെ സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിത്തീർന്നു. ഒറ്റ ദിവസം സംഭവിച്ചതല്ല. ഒരു സുപ്രഭാതത്തിൽ ഇന്ന് തന്നെ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചതല്ല. പണസഞ്ചി യേശുവിനെ ഏൽപ്പിച്ചിരുന്നു. വചനം പറയുന്നു, പലപ്പോഴായി അവൻ കട്ടെടുത്തുകൊണ്ടേയിരുന്നു. അവൻ അതിനെ തിരുത്തുവാൻ തയ്യാറായില്ല. അവസാനം അവൻ തൻ്റെ ജീവനെ അതിന് പകരം കൊടുക്കേണ്ടി വന്നു. നമ്മൾ ചെറിയ തെറ്റുകളെ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നാളെ അത് നമ്മുടെ ജീവനെ അപഹരിക്കും. തിരിച്ചു വാ.
പരിശുദ്ധനെ കൺവിറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധനെ പറ സറണ്ടർ ചെയ്യും. കർത്താവ് നിങ്ങളെല്ലാവരെയും ബ്ലെസ് ചെയ്യട്ടെ. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.